ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പുതിയ വീഡിയോ നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ചെമ്മീനാണ് കേട്ടോ. നമ്മൾ പുഴയിലെ ഇത് കടൽ ചെമ്മീനല്ല, നല്ല പുഴ ചെമ്മീനാണ്. പുഴയിൽ കയറും വേണ്ട, നല്ല കടലിലെ ചെമ്മീനൊരു ചുമപ്പാണുള്ളത്. ഇതിന് നല്ല വേറൊരു കളറാണ്, നല്ല നാടൻ ചെമ്മീനാണ്. നാടൻ ചെമ്മീനാണ്. ഇത് വെള്ളം കയറുമ്പോൾ പാടത്ത് കയറും. അപ്പോൾ പാടത്ത് കയറുമ്പോൾ എല്ലാവരും വലയിട്ട് ഈ ചെമ്മീൻ പിടിക്കും. അപ്പം നല്ല അടിപൊളി ഒരു ചെമ്മീനാണ്. ഞാൻ ചെമ്മീൻ ഇങ്ങനെ കിള്ളുവാണ്. അപ്പൊ ചെമ്മീന് കറി വെക്കുന്ന നല്ല അടിപൊളി ഒരു കറി ഉണ്ട് കേട്ടോ. അമ്മയുടെ മിക്കവാറും വെക്കാറുള്ളതാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ ആ ചെമ്മീൻ്റെ ഒരു തുള്ളി ചാറ് മതി, ചെമ്മീനൊന്നും വേണ്ട അല്ലേ. നല്ല കൊടംപുളിയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെമ്മീൻ ഇങ്ങനെ നാടൻ രീതിയിൽ അല്ലേ, തേങ്ങ വറുത്തരയ്ക്കുമേ. അതൊക്കെ നമുക്ക് കാണിക്കാം. പക്ഷെ അതിന്റെ ചാറിന്റെ രുചി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു അപാര ടേസ്റ്റാണ് അല്ലേ, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു അടിപൊളി നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി അമ്മ ചെമ്മീൻ നുള്ളിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ചെമ്മീൻ നുള്ളുന്നത് നമുക്കൊന്ന് കാണാം. നുള്ളി ചെമ്മീൻ അത് തന്നെ, പൊളിക്കുക എന്നാണോ നുള്ളുക എന്നാണോ പറയണേ? അപ്പോൾ അതേ ചെമ്മീൻ നുള്ളുന്ന ഒന്ന് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് ഒരു ചെമ്മീൻ അത് എടുക്കണം പോലെ ഒന്ന് കാണിച്ചാമേ. തല ഞാൻ കളഞ്ഞു അല്ലേ, ഇത് ജസ്റ്റ് അങ്ങ് പൊളിച്ചാൽ മതി അല്ലേ. വാല പിടിച്ച് ഞെക്കുമ്പോൾ ഊരിപ്പോരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മുഴുവനും നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. അതിനുശേഷം ഇത്ര ഇതിപ്പോ ഒരു 1 കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ. ഒരു 1,200 അത്രയൊക്കെ ഉണ്ട് ചെമ്മീന്. 1.5 കിലോ ഇല്ല കേട്ടോ. പക്ഷെ ഈ ചെമ്മീൻ ഉള്ളി വരുമ്പോ കുറച്ചേ കാണത്തുള്ളൂ അല്ലേ. അത് മതി, ഒരു വാളം ചെമ്മീൻ മതി ശരിക്കും പറഞ്ഞാൽ കറി വെക്കാനായിട്ട്. ഒത്തിരി ചെമ്മീൻ ഒന്നും വേണമെന്നില്ല ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ നമ്മളിത് എല്ലാം നമ്മൾ കിള്ളി അല്ലേ, കിള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ അത്രയും ചെമ്മീൻ നമ്മൾ കിള്ളിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ അതിന്റെ വേസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വേസ്റ്റ് നമ്മൾ വാങ്ങിച്ച ചെമ്മീനേക്കാളും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത്രയും ഉണ്ട് അതിന്റെ തലയും കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു ചീനിച്ചട്ടി നിറച്ചായി വേസ്റ്റ്. അപ്പം പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ചെമ്മീൻ നമ്മൾ അത്ര ഇപ്പോൾ ഒരു കിലോ 300 ഗ്രാമോളാണ് നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചത്. പക്ഷെ കിള്ളിയിട്ട് നമുക്ക് ഇത്രേ ഉള്ളെന്ന് വെച്ചാലും ഈ ഒരു ചെമ്മീൻ നമ്മൾ കറി വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറിയാണ് ഈ കറി അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ കറിക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അപ്പം ഇനി ഇത് കഴുകിയെടുക്കണം അല്ലേ. ഇതിനെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല അല്ലേ. സാധാരണ മീനൊന്നും കഴുകാനുള്ള ഉപ്പിടരുത്. ജസ്റ്റ് അലമ്പി നന്നായിട്ട് കഴുകി തോർത്തിയെടുത്ത് വെക്കുക അല്ലേ. ചെമ്മീൻ മൊത്തം നമ്മൾ അങ്ങനെ കഴുകിയിട്ട് നമ്മളിത് ഒരു ഓട്ടപാത്രത്തിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തോർന്ന് വരാനായിട്ട്. ഒപ്പം നമ്മളിത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ചുവന്നുള്ളി അല്ലേ. ചുവന്നുള്ളി ഉണ്ട്, ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്. ചുവന്നുള്ളി അമ്മത് ഇങ്ങനെ അരിയുമാണ് കേട്ടോ. ചുവന്നുള്ളി എന്താ ചെയ്യുന്ന സംഭവം, നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വരട്ടും വെളിച്ചെണ്ണയ്ക്കകത്ത് അല്ലേ, ഒന്ന് വഴറ്റിയെടുക്കും അല്ലേ. അപ്പൊ ആ കൂടെയാണോ നമ്മള് പച്ചമുളകൊക്കെ ഇടുന്നത്, ഇഞ്ചി അതിന്റെ കൂടെ വഴറ്റും, എല്ലാം കൂടെ ഒന്നിച്ച് വഴറ്റും. ഒപ്പം ഇത്രയും തേങ്ങയുണ്ട് അല്ലേ. പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇതിന് വറുത്ത് അരയ്ക്കണം. ഇത് നമ്മള് കൊത്തിയിടാൻ അല്ലേ, അരിഞ്ഞിടാൻ. അപ്പൊ തേങ്ങാക്കൊത്തുണ്ട്, ചുവന്നുള്ളി ഉണ്ട്, ഇതെല്ലാം വഴറ്റിയതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് തേങ്ങ വറുത്ത് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. സംഭവം നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം അല്ലേ. ഇത് ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും കൂടാണ് നമ്മുടെ ചെമ്മീൻ കറിക്ക് വരട്ടിയെടുക്കുന്നത്. മീൻ വഴണോ, അത് എന്തോരം വരട്ടണം, കുറച്ചുകൂടെ അല്ലേ. ചുവന്നുള്ളി വരേണ്ടത് ഇത്രയും മതി കേട്ടോ. നമ്മളിത് വാങ്ങാൻ പോവാണെങ്കിൽ 1 മുറി തേങ്ങ ആയിട്ട് നമുക്കിതൂടെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ 1 മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം അല്ലേ. വറുത്തിറക്കി വറക്കണ പോലെ വറുത്ത് അരച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ വറക്കണം. നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വാങ്ങി വെക്കാൻ പോവാം. അപ്പൊ നമ്മുടെ കറിക്കുള്ള നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇത് അടുപ്പിൽ വെച്ചല്ല നമ്മൾ എടുക്കുന്നല്ലേ. അതായത് ഇത് ചൂടാക്കണം, ഇത് ഇട്ടതിന് ശേഷമാണ് ചൂടാക്കത്തുള്ളൂ അല്ലേ. നല്ല കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ മുളക് പൊടി, നമ്മൾ പിരിയമുളക് പൊടിച്ചതാണ്. 1 2 3 4 സ്പൂണ് പിരിയമുളക്, ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് 4 സ്പൂൺ ഇടുന്നത് നമ്മള്.
അപ്പൊ നമ്മള് പച്ചമുളക് ഇട്ടുകൊണ്ട് നമ്മൾ എരിവുള്ള മറ്റേ മുളക് പൊടി ഇടുന്നില്ല. അപ്പൊ ഇനി നമ്മൾ സ്വല്പം മഞ്ഞൾ പൊടിയും കൊണ്ട് ഇടുന്നുണ്ട്. ഇത്രയും മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇടുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പേ വെച്ചൊന്ന് ചൂടാക്കാം. നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ മുളക് പൊടി നമുക്കിനി സ്വല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ. ഇങ്ങനെ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടത്തില്ല. വെള്ളം ഒഴിച്ച് ചൂടാക്കി എടുക്കുമ്പോ നല്ലപോലെ കുഴഞ്ഞു വരും. അപ്പൊ നല്ല കൊഴുപ്പ് വരും. അപ്പൊ കണ്ടോ നല്ല കുറുകൻ രീതിയിലേക്ക് ആയിട്ടുണ്ട് അല്ലേ? മറ്റേ പൊടി നമ്മളങ്ങ് ഇടുമ്പോഴേ ഇത്രയും കുറുകൽ വരുമില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ പൊടി മൂത്ത് കഴിയുമ്പോ നമ്മൾ കുറേശ്ശേ വെള്ളം ഒഴിക്കാവുള്ളൂ. കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന്റെ പാകത്തിന് നമ്മളിങ്ങനെ കുഴച്ച് കൂട്ടിയെടുക്കണം. ചെറിയ ആവി പയ്യെ വരുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിൽ നിന്നല്ലേ? തിളച്ചു തുടങ്ങി പയ്യല്ലേ? ഇനി നമുക്ക് തീയൊക്കെ എടുക്കാം. കറിക്ക് വേണ്ടുന്ന കുടംപുളി നമ്മൾ 3 കൊല്ലമായ കുടംപുളിയാണ്. കണ്ട അത് അലുത്തിങ്ങനെ വരുവാണ്. 3 കഷ്ണം ചുള ഇട്ടിട്ടുള്ളൂ. ഒരുപാട് പുളിയാണ്. അതിന് ഭയങ്കര പുളിയാണ്. അതുകൊണ്ട് നമ്മൾ 3 ചുള പുളി വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അതിന്റെ കളർ കണ്ട പെട്ടെന്ന് അത് വെള്ളത്തിൽ ഇങ്ങനെ അലുത്ത് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങ വറുത്തത് ഇപ്പൊ തണുത്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കിത് മിക്സിക്കകത്തേക്ക് അരച്ചെടുക്കാം. ഒപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കൂടി വഴറ്റിയത് ഉള്ളിയും തേങ്ങാക്കൊത്തും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം നമ്മുടെ തേങ്ങയും എല്ലാം നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും കൂടെ. അതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂട്ടാച്ചട്ടി എടുത്തോണ്ട് വരാം. നമ്മുടെ കറിക്കുള്ള എല്ലാ സാധനം അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത് നമ്മുടെ വൃത്തിയാക്കി വെച്ച നമ്മുടെ ചെമ്മീന്, അതോടൊപ്പം തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ഇനി അരയ്ക്കാനുള്ള വറുത്ത തേങ്ങായ്, ഒപ്പം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും ഇഞ്ചിയും പച്ചമുളകും കൂടെ, ഒപ്പം നമ്മളുടെ മുളക് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതിലേക്ക് നേരെ ഈ പട്ടക്കാലത്തിലേക്ക് ഇട്ടാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ നേരെ നമ്മുടെ കറി വെക്കാൻ പോണ ചട്ടിക്കകത്തേക്ക് ചെമ്മീൻ ഇട്ടു. അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടു. ഒപ്പം നമ്മ കുറച്ച് വെള്ളം അതിൻ്റെ അകത്തേക്ക് അത് തന്നെ മുളക് ഒട്ടും കളയാണ്ട് അതും കൂടി ഒഴിക്കാൻ പോകും അല്ലേ? അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിപ്പ് ഇടുവോമേ? ആണോ? അപ്പൊ നമ്മൾ 1 സ്പൂൺ ഉപ്പേ ഇടുന്നുള്ളൂ. ആണല്ലേ? പിന്നീട് നമ്മള് നോക്കിയിട്ട് പിന്നീട് അല്ലേ നമുക്ക് ഉപ്പ് ചേർക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ കുത്തി വെച്ചേക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിക്കും. ഓ, അത് ഉപ്പ് ഒഴിക്കുന്നുണ്ട് അല്ലേ? അതും ഒഴിക്കും. അത്യാവശ്യം വെള്ളം ഉണ്ട് അല്ലേ? വേറെ ഇനി പിന്നെ വെള്ളം ചേർക്കൂല. ഇനി ചേർക്കത്തേ ഇല്ല വെള്ളം അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഇടുവോ? അതിപ്പോ കരിവേപ്പിലയും ഇട്ടേക്കാം. ഓക്കെ. ഇതും കൂടി ഇട്ട് നമ്മുടെ കറി ഇനി അടുപ്പേ വെച്ചകത്ത് ഇനി നമുക്കത് അടുപ്പേ വെച്ചിട്ടൊന്ന് വേവട്ടെ ഇത് അല്ലേ? അങ്ങനെ ചെമ്മീൻ നമ്മൾ അടുപ്പയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തത് നമുക്ക് നന്നായിട്ട് മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കല്ലേലാണ്. ഇപ്പൊ ഇത് മിക്സിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്. നമ്മുടെ കറിയുടെ അടപ്പ് നമുക്കൊന്ന് പൊക്കി നോക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്തിന് ബാക്കി സാധനങ്ങളോട് നമുക്ക് നമ്മൾ വരട്ടി വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ അത് ഈ ഒരു സമയത്താണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അല്ലേ? കറി വെക്കുന്ന ഒപ്പം നമ്മൾ ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കരുത് അല്ലേ? നമ്മൾ വിചാരിക്കുന്നേക്കാളും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കൊഴുപ്പായി. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി അരച്ചു വെച്ചേക്കുന്ന തേങ്ങ അതുകൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. വറുത്ത തേങ്ങ അല്ലേ? വറുത്തരച്ച തേങ്ങ അത് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുക. ഇതിൽ വെള്ളം ഒഴിച്ചില്ല, പക്ഷെ അതിന്റെ അത് ഓയിലാണ് അതല്ലേ? അത് പയ്യെ നമ്മൾ വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോ അതല്ല മിക്സിക്കകത്ത് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കിയിട്ട് പിന്നെ സ്പൂണും കൊണ്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ചങ്ങ് ആയി കഴിയുമ്പോൾ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ആ ഓയിലും കൂടി ഇറങ്ങിയിട്ട് പിന്നെ അടിപൊളിയിട്ട് അരഞ്ഞ് കിട്ടിക്കോളും അല്ലേ? അപ്പൊ എല്ലാം നമ്മുടെ തേങ്ങയും ചേർത്തു.
ഇനി ഇത് തുറന്നാണോ വെക്കണത്, അടയ്ക്കണോ വീണ്ടും? അടയ്ക്കും. അടയ്ക്കും. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. ഈ സമയത്താണ് നമ്മൾ ഉപ്പും പുളി നോക്കണം അല്ലേ? ഉപ്പ് വേണോ? ഉപ്പ് ഒരു സ്വല്പം കൂടെ ഉപ്പിടാം. പുളിയുണ്ട് അല്ലേ? അപ്പൊ നമ്മളിത് എത്ര ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മളൊരു 1.5 ടീസ്പൂൺ ഉപ്പാണ് കറിക്ക് കൊഴുപ്പായി കേട്ടോ. എന്നാൽ നമ്മൾ ഈ മിക്സി ഇത് അരച്ച ജാറും കൂടെ നമ്മളത് കഴുകി ഒഴിക്കണം. അത് ചൂടുവെള്ളത്തിൽ കഴുകി ഒഴിക്കണം അല്ലേ? വെള്ളത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി കഴുകിയതൊക്കെ കൂടെ നമ്മുടെ പടപ്പ് അത് വെറുതെ നമ്മൾ കളയണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ വേണം. ഇതിന് ഇച്ചിരി ചാറാ, ഇതിന്റെ ഈ ചാറിനാണ് രുചി. അത് തന്നെ. ഇതിന്റെ ചാറിന് ഭയങ്കര, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ചെമ്മീന്റെ ഒക്കെ എസൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ചാറിന് ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്ക് അതൊഴിച്ച് ചോറൊക്കെ ഉണ്ണാൻ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നാടൻ കറി അല്ലേ? നാടൻ കറിയാ. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, ഇനി വീണ്ടും അടച്ചു വെച്ച് നമ്മള് കുക്ക് ചെയ്യാൻ പോവാ അല്ലേ? അപ്പൊ നമുക്ക് അടപ്പൊന്ന് എടുത്ത് നോക്കാം. നന്നായിട്ട് തിളച്ചത് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയുടെ ഒരുമാതിരി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇത്രയും കൊഴുപ്പ് വേണം. ഇതിന് ചാറാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? സാധാരണ നമ്മൾ മിക്കവാറും കറികളൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ കുറുകൻ ചാറ് എന്നൊക്കെ പറയും. പക്ഷെ ഇതിന് കുറുകൻ ചാറല്ല അല്ലേ? ഇത് ഇങ്ങനത്തെ ചാറാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇത് വാങ്ങി വെക്കാം. മതി വെന്തത്. ഇത്രയും മതി, കറിയുടെ പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പൊ നോക്കി, ഇതൊരു നാടൻ കറിയാണ്. അടിപൊളി ഒരു നാടൻ ചെമ്മീൻ ഇട്ടിട്ടുള്ള ഒരു മീൻകറിയാണ്. കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. അങ്ങനെ കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി എന്ന് പറയുന്ന ചെമ്മീൻ കറി ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഇതിനകത്ത് ചെമ്മീൻ നമുക്ക് വിളമ്പുമ്പോ ഉണ്ടല്ലോ, ഇതുപോലത്തെ 1, 2, 3 ചെമ്മീനൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും ചാറും കൂടെ കൊഴിക്കുമ്പോൾ ഇത് മതി നമുക്ക് ഒരു പാത്രം ചോറുണ്ടാനായിട്ട് അല്ലേ? അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കരിയാപ്പലയും കടുക് പൊട്ടിക്കത്തില്ല അല്ലെ? ഉലുവയൊന്നും ചേർക്കത്തില്ല ഇതിനകത്ത് അല്ലേ? ഉലുവയില്ല, വെളുത്തുള്ളിയില്ല, ഇഞ്ചി മാത്രം നമ്മൾ ആ ഒരു ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ആ ഒരു ഉള്ളി വഴറ്റിയ സമയത്ത് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി വാങ്ങി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കറിയുടെ കൂട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ്. വാങ്ങി വെച്ചെങ്കിൽ ഇപ്പോഴും തിളച്ചോണ്ടേ വാസന മതി ചോറുണ്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല മണവും നല്ല ഗുണവും രുചിയുള്ള ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നാളെയാണ് ഇതിന്റെ എക്സാക്ട് ടേസ്റ്റ് അല്ലെ, രുചി വരുന്നത്. അപ്പൊ ഇന്ന് അങ്ങ് വെച്ചിട്ട് നാളെ എടുത്ത് കഴിക്കുക, സെറ്റപ്പ് ആയിരിക്കും. 2 കൊത്ത് തേങ്ങാക്കൊത്തും ഒരല്പം 2 or 3 ചെമ്മീനും അത്യാവശ്യം ചാറും കൂടെ കൂട്ടിയും കഴിച്ചാൽ എന്ത് സാധനത്തിന്റെ കൂടെ ഇത് പോകും അല്ലെ? അങ്ങനത്തെ ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുകയും ചെയ്യണം അല്ലേ?